Hello dear JEE aspirants, welcome back to EduPod. So നമ്മൾ JEE ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഡ്രീം ക്യാമ്പസ് ആയിട്ടുള്ള ടോപ്പ് IIT-കളെ കുറിച്ചും ടോപ്പ് NIT-കളെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വെച്ചാൽ ടോപ്പ് ആയിട്ടുള്ള ട്രിപ്പിൾ IIT-കൾ ഏതൊക്കെ എന്നുള്ളത്. ട്രിപ്പിൾ IIT-കളോ എന്ന് ട്രിപ്പിൾ IIT-കളെ പലർക്കും പരിചയപ്പെടുത്തുന്നുണ്ടാവും. കാരണം അത്രത്തോളം നമ്മൾ ഫെമിലിയർ ആയിരിക്കില്ല. നമ്മൾ IIT-കളെ കുറിച്ചും NIT-കളെ കുറിച്ചും ഒരുപാട് ഫെമിലിയർ ആയതുപോലെ അത്രത്തോളം ഫെമിലിയർ ആയിട്ടുള്ള ക്യാമ്പസുകളല്ല പല ട്രിപ്പിൾ IIT-കളും എന്ന് പറയുന്നത്. എങ്കിൽ പോലും ട്രിപ്പിൾ IIT-കൾ എന്തിന് എന്ന് ചോദിക്കുന്നവരോട് 1990 അല്ലെങ്കിൽ 2000 കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെൻറ്, അതായത് നമ്മുടെ ഒരു ടെക് ബൂമും അതോടൊപ്പം തന്നെ IT-യിൽ ഭയങ്കരമായിട്ടുള്ള ബൂം ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള IT എഞ്ചിനീയേഴ്സിന്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതായത് മെഷീൻ ലേണിങ്ങിലും കോഡിങ്ങിലും അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതലായ ഫീൽഡുകളിൽ ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പാർട്ടായിട്ടുള്ള പല സെക്ടറുകളിലേക്കും നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ സപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ PPL മോഡൽ, അതായത് പബ്ലിക് പ്രൈവറ്റ് ലിമിറ്റഡ് മോഡലിൽ നമ്മുടെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് ട്രിപ്പിൾ IIT-കൾ എന്ന് പറയുന്നത്. സോ ട്രിപ്പിൾ IIT-കളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി IT-യിൽ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ ട്രിപ്പിൾ IIT-കൾ എന്ന് പറയുന്നത്. ബട്ട് PPL മോഡൽ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ക്യാമ്പസുകളെ കമ്പയർ ചെയ്യുമ്പോൾ പൊടിക്ക് ഫീസ് അത്യാവശ്യം കുറച്ചധികം കൂടുതലുണ്ട് കമ്പയറിങ് ടു NIT ആൻഡ് IIT. ബട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള പ്ലേസ്മെൻ്റ് ഉണ്ട്. കാരണം IT സെക്ടറിലേക്ക് തന്നെ പോകുന്നതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി അവിടുത്തെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളും മൊത്തം അവിടെ ഉള്ള സ്റ്റുഡൻസ് മുഴുവൻ IT ഫീൽഡിലേക്കായിരിക്കും പ്ലേസ്ഡ് ആവുന്നുണ്ടാവുക. സോ IT ഫീൽഡിൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇനീഷ്യൽ പാക്കേജും സാധനങ്ങളും ഒക്കെ അത്യാവശ്യം ഹൈ തന്നെയാണ്. സോ നമുക്ക് ടോപ്പ് ആയിട്ടുള്ള ഏതൊക്കെ ട്രിപ്പിൾ IIT-കളാണ് ഉള്ളത് എന്ന് നോക്കാം. സോ ദി നമ്പർ 1 ഈസ് ട്രിപ്പിൾ IIT ഹൈദരാബാദ്. ട്രിപ്പിൾ IIT ഹൈദരാബാദ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഫൗണ്ട് ഇൻ 1998. അതായത് ഞാൻ പറഞ്ഞു മുമ്പ് 1990 2000 കാലഘട്ടത്തിലാണ് ട്രിപ്പിൾ IIT-കളൊക്കെ ഉണ്ടായിട്ടുള്ളത്. സോ ഇത് 1998-ലാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ബെസ്റ്റ് ട്രിപ്പിൾ IIT ഇൻ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ട്രിപ്പിൾ IIT ആണ് ഇത്. ട്രിപ്പിൾ IIT ഹൈദരാബാദ് മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് നമ്മൾ 4th and 5th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് ആൻഡ് റോബോട്ടിക്സ്, ഈ ഒരു മേഖലയിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഭയങ്കര ഫേമസും ആയിട്ടുള്ള കോളേജാണ് ട്രിപ്പിൾ IIT ഹൈദരാബാദ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ട്രിപ്പിൾ IIT ഹൈദരാബാദിനെ കുറിച്ച് പറയുമ്പോഴും ട്രിപ്പിൾ IIT ബാംഗ്ലൂരിനെ കുറിച്ച് പറയുമ്പോഴുള്ള കോമൺ സാധനമാണ് ഹൈ സ്റ്റാർട്ടപ്പ് കൾച്ചറുള്ള ഒരു ക്യാമ്പസുകളാണ് ട്രിപ്പിൾ IIT ഹൈദരാബാദും ട്രിപ്പിൾ IIT ബാംഗ്ലൂർ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. ദെൻ എക്സലൻറ്റ് കോഡിംഗ് കൾച്ചറും കോഡിംഗ് എൻവയോൺമെൻറ്റും ഒക്കെ ഉള്ള ക്യാമ്പസുകളാണ് ഞാൻ മുമ്പ് പറഞ്ഞു. അതായത് ഇതെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണ് ട്രിപ്പിൾ IIT-കളുടെ ഫുൾ ഫോം. സോ IT ഫീൽഡിലായതുകൊണ്ട് തന്നെ ഹൈ കോഡിംഗ് എൻവയോൺമെൻറ്റും സാധനങ്ങളും ഒക്കെ ഉള്ള ക്യാമ്പസാണ്. നല്ല അക്കാഡമിക് റെപ്യൂട്ടേഷനും ഉണ്ട്. ദെൻ ഇനി നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഇവിടെ വരുന്ന ടോപ്പ് റിക്രൂട്ടേഴ്സ്, അതായത് പ്ലേസ്മെൻറ്റിന് വരുന്ന ടോപ്പ് റിക്രൂട്ടേഴ്സ് ആരൊക്കെ എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ റിയലി ഷോക്ക് ആവുക. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ആൻഡ് ആമസോൺ പോലെയുള്ള ഇന്ത്യയിലല്ല തന്നെ ലോകത്തിലെ തന്നെ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളാണ് ഇവിടെ റിക്രൂട്ടേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഇത് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ട്രിപ്പിൾ IIT-ലേക്ക് പോവുകയാണെങ്കിൽ, യെസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രിപ്പിൾ IIT ബാംഗ്ലൂർ. ട്രിപ്പിൾ IIT ബാംഗ്ലൂരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഹൈദരാബാദ് ആയിരുന്നു ടോപ്പ് 1 പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഹൈദരാബാദ് പയ്യെ നമ്മുടെ IT ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആസ് ഓഫ് നൗ ദി ഇന്ത്യാസ് IT ഹബ് ഈസ് ആക്ച്വലി ബാംഗ്ലൂർ. സോ ആ ബാംഗ്ലൂരിൽ സിറ്റുവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ വൺ ഓഫ് ദി ഒരു മേന്മയായിട്ട് തന്നെ നമുക്ക് ട്രിപ്പിൾ IIT ബാംഗ്ലൂരിനെ കുറിച്ച് പറയാം. ദെൻ ഡാറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇലക്ട്രോണിക്സ് പ്രോഗ്രാമുകൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്യാമ്പസാണ് ഇത് ട്രിപ്പിൾ IIT ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇൻറ്റേൺഷിപ്പിലും അല്ലാതെയും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് നമ്മുടെ കമ്പനീസൊക്കെ ആയിട്ട് ഒരുപാട് MNCസും സാധനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള കൊളാബറേഷൻസും സാധനങ്ങളൊക്കെ സ്ട്രോങ് കൊളാബറേഷൻ നടത്തുന്ന ക്യാമ്പസാണ് ട്രിപ്പിൾ IIT ബാംഗ്ലൂർ എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ സ്റ്റാർട്ടപ്പ് കൾച്ചേഴ്സും റിസർച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള കരിക്കുലവും ഉള്ള ഒരു ക്യാമ്പസാണ് നമ്മുടെ ട്രിപ്പിൾ IIT-കൾ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ ഷോക്കാവുന്ന സാധനമാണ് ആരൊക്കെയാണ് റിക്രൂട്ടേഴ്സ് എന്നുള്ളത്. ദെൻ ഒറാക്കിൾ, അഡോബ് ആൻഡ് ഇൻഫോസിസ് പോലെയുള്ള ലോകപ്രസിദ്ധമായ കമ്പനികളാണ് അവിടെ കുട്ടികളെ പ്ലേസ്മെൻറ്റിന് വേണ്ടി വരുന്നത്. ഇത്രയും വലിയ കമ്പനികളൊക്കെ പ്ലേസ്മെൻറ്റിന് വരുന്ന ക്യാമ്പസാണ് ട്രിപ്പിൾ IIT ബാംഗ്ലൂർ എന്ന് പറയുന്നതും.
ദെൻ ദി നെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ IIIT അലഹബാദ്. ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് റെസ്പെക്റ്റഡ് IIITകളിൽ ഒന്നാണ് ആക്ച്വലി IIIT അലഹബാദ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ IIITകളിൽ കോമൺ ആയിട്ട് പറയാനുള്ള സാധനമാണ് ഹൈ കോഡിംഗ് കൾച്ചർ, ഫേമസ് ഫോർ കോഡിംഗ് കൾച്ചർ ആൻഡ് കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിങ്ങുകൾക്ക് ഭയങ്കരമായിട്ടുള്ള പേര് കേട്ടിട്ടുള്ള ക്യാമ്പസാണ് IIIT അലഹബാദ് എന്ന് പറയുന്നത്. ആൻഡ് ഹൈ പ്ലേസ്മെൻറ്റ് റെക്കോർഡ്സും സാധനങ്ങളും ഒക്കെയുള്ള ക്യാമ്പസുകളാണ്. നിങ്ങൾ IIIT എന്ന് പറയുമ്പോൾ IIITകൾ 1.5 കോടിയിലധികം തന്നെ പ്ലേസ്ഡ് ആയ മുമ്പും ഒരുപാട് പേര്, 1 കോടിയിലധികം പ്ലേസ്ഡ് ആയ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. സോ IIITകൾ എന്ന് വെച്ചാൽ ദി ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് നമ്മുടെ ക്യാമ്പസ് ലൈഫ് കമ്പയർ ചെയ്യുമ്പോൾ NITകളെയും IITകളെയും കമ്പയർ ചെയ്യുമ്പോൾ IIITക്ക് അത്രത്തോളം ക്യാമ്പസ് ലൈഫ് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ബട്ട് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, കോഡിംഗ് ആ ഒരു സെക്ടറിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇൻതൂസിയാസവും സാധനങ്ങളും ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് ദി ബെസ്റ്റ് പ്ലേസ് ഫോർ ദാറ്റ് ആസ്പിറൻറ്റ്. കാരണം അവിടെ ആ ഒരു രീതിക്കായിരിക്കും. കാരണം ഒരു പ്രൈവറ്റ് പബ്ലിക് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കുള്ള ഒരു സാധനം അവിടെ എന്തായാലും ഉണ്ടാവും. ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡും സാധനങ്ങളും ഒക്കെ ഉള്ള ഒരു കോഡിംഗ് എൻവയോൺമെൻറ്റ് തന്നെ സാധനം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഏകദേശം എല്ലാ ടോപ്പ് IIITകളെ കുറിച്ചും കോമൺ ആയിട്ട് പറയാനുള്ള കാര്യം. ദെൻ ദി ലാർജ് ആൻഡ് ആക്റ്റീവ് അലൂമിനി നെറ്റ്വർക്ക് ഇൻ ദി ടെക് ഇൻഡസ്ട്രി. അതായത് ഞാൻ പറഞ്ഞ മുമ്പ് ടെക് ഇൻഡസ്ട്രിയിൽ മാത്രമാണോ മെയിൻലി വർക്ക് ചെയ്യുന്നുണ്ടാവും. എല്ലാവരും ടെക് ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അലൂമിനീസും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഒരു ടെക് രീതിക്കുള്ള ജയൻറ്റുകളായിരിക്കും കൂടുതലും അവരൊക്കെ. സോ പിന്നെ ടോപ്പ് റിക്രൂട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ IIIT അലഹബാദിലുള്ള ടോപ്പ് റിക്രൂട്ടേഴ്സ് എന്ന് പറയുന്നത് യൂബർ, ദെൻ മെറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കും സാധനങ്ങളും ഒക്കെ വരുന്ന മെറ്റയിലാണ്. സോ മെറ്റ, യൂബർ ആൻഡ് ഗോൾഡ്മാൻ സാക്ക് ഒക്കെയാണ് അവിടെ വരുന്ന ടോപ്പ് റിക്രൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ദി നെക്സ്റ്റ് IIITയിലേക്ക് പോവുകയാണെങ്കിൽ ദെൻ IIIT ഡൽഹി. നമ്മൾ IIIT ഡൽഹിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ന്യൂഡൽഹി, അഥവാ നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ന്യൂഡൽഹിയിലുള്ള ക്യാമ്പസാണ് IIIT ഡൽഹി എന്ന് പറയുന്നത്. മാത്രമല്ല റിസർച്ചിനും ഇന്നോവേഷൻസിനും അതോടൊപ്പം തന്നെ മോഡേൺ ടെക്നോളജിക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ക്യാമ്പസാണ് IIIT ഡൽഹി എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ സയൻസ് ആൻഡ് സൈബർ സെക്യൂരിറ്റിക്കും ഭയങ്കരമായിട്ട് പ്രസിദ്ധമായിട്ടുള്ള ക്യാമ്പസാണ് IIIT ഡൽഹി എന്ന് പറയുന്നത്. ആൻഡ് അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ലാബുകളും റിസർച്ച് ഫെസിലിറ്റീസും സാധനങ്ങളും ഒക്കെ ഉള്ള ക്യാമ്പസാണ് IIIT ഡൽഹി. IIIT ഡൽഹിയുടെയൊക്കെ ഞാൻ പിക്ചേഴ്സ്, എല്ലാ സാധനങ്ങളുടെ പിക്ചേഴ്സ് ഞാൻ സൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. ദെൻ മോഡേൺ ക്യാമ്പസ് ആണ്. പിന്നെ ഓണ്ടർപ്രണർഷിപ്പും സ്റ്റാർട്ടപ്പ് കൾച്ചറും, അത് നോർമലി നമ്മുടെ സീനിയേഴ്സും പലരും ഒക്കെ ആയിട്ട് അലൂമിനീസും ഒക്കെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പും സാധനങ്ങളും ഒക്കെ നമുക്ക് ഓരോരോ അഡ്വൈസും സാധനങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ. സോ അങ്ങനെ നമുക്കൊരു അക്കാഡമിക് നെറ്റ്വർക്കും അല്ലെങ്കിൽ നമ്മുടെ അലൂമിനി നെറ്റ്വർക്കും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ടപ്പ് തുടങ്ങാനും സാധനങ്ങൾക്കൊക്കെയുള്ള അവസരങ്ങളാണ്, വഴികളാണ് നമുക്ക് ആക്ച്വലി IIITകളും കൂടെ നമുക്ക് തുറന്നു തരുന്നത്. ആൻഡ് ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ IIIT ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ ദി ടോപ്പ് റിക്രൂട്ടേഴ്സ് എന്ന് പറയുന്നത് ആപ്പിൾ, ഫ്ലിപ്കാർട്ട് ആൻഡ് ക്വാൽകോം ഒക്കെയാണ്. സോ നമുക്ക് ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ടോപ്പ് റിക്രൂട്ടേഴ്സ് വരുമ്പോൾ മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഫ്ലിപ്കാർട്ട്, ദെൻ നമ്മുടെ ആമസോൺ, അതുപോലെ ടോപ്പ് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള കമ്പനീസ് പലതുമാണ് IIITകളിൽ പ്ലേസ്മെന്റ് എടുക്കുന്നത്. സോ പ്ലേസ്മെന്റിന് വരുന്നത്. സോ ചുമ്മാതല്ല അവർ വരുന്നത്, ആ ഒരു ഏറ്റവും നല്ല ഒരു കോഡിംഗ് എൻവയോൺമെന്റിലും അതോടൊപ്പം തന്നെ ടെക് എൻവയോൺമെന്റിൽ വളർന്ന ടെക് എൻവയോൺമെന്റിലൂടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ അവർ വരുന്നത് കൊണ്ടാണ് ആക്ച്വലി ഇത്രയും വലിയ കമ്പനികൾ, അതായത് ടെക് ജയൻറ്റുകളൊക്കെ അവിടെ പ്ലേസ്മെന്റിന് വരുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് ഏത് IIIT ആണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത വീഡിയോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.